ഗൈസ്, രാവിലെ തന്നെ ബാങ്കിൽ പോകാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ബുക്ക് ബാങ്കിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി. പൊതുവെ ഹിസ്റ്ററിയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ബാങ്കുകളിൽ ഒന്നാണ് ഈ സ്കോഷ്യ ബാങ്ക്. റഫായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു 6ാമത്തെ ബാങ്കൊക്കെ ആയിട്ട് വരും. എന്താണെന്നറിയില്ല, ഐസ്ക്രീം കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം. ഒരുപാട് കാലമായി ഐസ്ക്രീം ഒക്കെ നമ്മളായതുകൊണ്ട് തന്നെ ഐസ്ക്രീംസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടും ഇത് റെക്കമെൻഡ് ചെയ്ത ഒരു ഷോപ്പായിരുന്നു അത്. ഐസ്ക്രീമും ആ ഐസ്ക്രീം തന്ന പെൺകുട്ടിയും അടിപൊളിയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീട്ടിലെത്തിയ ഒരു ഗസ്റ്റ്. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐറ്റം ആണ് ഡിയർ എന്ന് പറയുന്നത്. എന്റെ ഹൗസ് ഓണർ അമ്മ എപ്പോഴും പറയാറുണ്ട്, പൂക്കൾ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളിൽ ചെറിയ ഇലകൾ വരുമ്പോഴത്തേനും മൂപ്പരാൾ വന്ന് എല്ലാം കഴിച്ചു തീർക്കും. വീട്ടിലിരിക്കാൻ ഒട്ടും മൂടില്ല. അപ്പൊ ഞാൻ എന്റെ സൈക്കിൾ എടുത്തൊന്ന് പുറത്തു പോയാലോ എന്ന് വിചാരിച്ചപ്പോൾ വീടിന്റെ പുറത്തതേ മൊത്തം കാറ് കിടക്കും. നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്കാണ്. അവിടെ ഒരു പ്രോമോ നടക്കുന്നുണ്ട് എന്ന് എന്നോട് ഇന്ന് രാവിലെ ഡോൺ പറഞ്ഞു. ഞാൻ താമസിക്കുന്നത് ഒരു കപ്പിളിന്റെ വീട്ടിലാന്ന് പറഞ്ഞില്ലേ, അവരാണ് ഡോൺ ആൻഡ് ജെയിൻ. സത്യം പറയാലോ, നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ആൾക്കാരെ ഞാൻ ഒന്നിച്ച് കാണുന്നത് ഇത് ആദ്യമായിട്ട്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം സ്റ്റുഡൻസ് ആണ്. ഇവരുടെ ഗ്രാജുവേഷൻ ആയിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ ഇതിന് ഫെയർവെൽ എന്നാ വിളിക്കും. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു ഒഫീഷ്യൽ പാർട്ടി പോലെ എല്ലാവരും നല്ല ഒഫീഷ്യലായി ഡ്രസ്സ് ചെയ്ത് ഗേൾസ് ഒക്കെ നല്ല ഭംഗിയുള്ള ഗൗണും ബോയ്സ് സ്യൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഇവരൊരു കപ്പിളായിട്ട്, ഇനിയിപ്പോൾ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കപ്പിളായിട്ട് ഇങ്ങനെ വാക്ക് ചെയ്ത് ഈ പോയിന്റ് തൊട്ട് ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ഏതൊരു ഹാളിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതുവരെ ഇവരിങ്ങനെ മാർച്ചായിട്ട് നടക്കും. അത് കഴിഞ്ഞ് പിന്നെ ഡാൻസ് DJ ആ പരിപാടികളൊക്കെയാണ്. ഈ കൂട്ടത്തിൽ എൻ്റെ ഒരു കൊളീഗിന്റെ മകനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ എങ്ങാനും കൂടെ നമ്മൾ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതത്തിനെ കുറിച്ച് ഞാൻ പെട്ടെന്നൊന്ന് ഓർത്തു. അതേ സ്ഥാനത്ത് ഇവിടെ ഇവരെ ഒന്നിച്ച് നിർത്തി പേരൻസ് തന്നെ അവരെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും എന്റെ ഫ്രണ്ടും പറയായിരുന്നു, നമ്മുടെ നാട്ടിലായിരുന്ന സമയത്ത് നമുക്ക് ചുറ്റും ഒരുപാട് CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ പോകുന്നു, നമ്മളെ കാണാൻ ആരൊക്കെ വരുന്നു എന്നുള്ള ലിസ്റ്റ് നമ്മളെക്കാളും നന്നായി കൃത്യമായി എഴുതി സൂക്ഷിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഫ്രണ്ട് നോർത്ത് നിന്നാണ്, ഞാൻ സൗത്ത് നിന്നാണ്. എന്നാലും ഈ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്തായാലും ഇവരൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇവരെല്ലാം റെഡിയായി നടന്നു വരുന്നത് തന്നെ കാണുമ്പോൾ എത്ര സമയം വേണേ നമുക്കതങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും. എന്തായാലും ഇംഗ്ലീഷ് മൂവീസിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഇത് നേരിട്ട് കാണാൻ ജീവിതത്തിൽ ഒരിക്കൽ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. സംസാരിച്ച് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അവിടുന്ന് പിന്നെ ഞാൻ നേരെ പോയത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. അവിടെ പോയപ്പോൾ അവൾ എനിക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കാറുള്ള എന്റെ ഈ ഫ്രണ്ടിന്റെ പേര് പല്ലവി എന്നാണ്. ആൾക്ക് സ്കിൻ കെയർ എന്ന് പറഞ്ഞ ജീവനാണ്. എനിക്ക് അത് ചേരും ഇത് ചേരും എന്നൊക്കെ പറഞ്ഞ എന്റെ മുഖത്ത് ഓരോന്നൊക്കെ ഇട്ട് തന്നിട്ട് ഞാനത് ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.